പണ്ട് നടന്നൊരു കഥയാണ്. പണ്ടെന്ന് പറയുമ്പോൾ വളരെ പണ്ട്, വളരെ പണ്ട് എന്ന് പറയുമ്പോൾ വളരെ 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 പണ്ട്. ഇതിനങ്ങനെ വർഷങ്ങളുടെ കണക്കിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ കഥ പറയാൻ. ഒരു വീടിൻ്റെ തട്ടിൻപുറത്ത് കുറേ എലിക്കുട്ടന്മാർ താമസിച്ചിരുന്നു. അവരൊക്കെ വളരെ സന്തോഷത്തിലാണ് താമസിച്ചിരുന്നത്. പരസ്പരം കിട്ടുന്ന ഫുഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. എന്നിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ താമസിച്ചു വരികയാണ്. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഒരു സംഭവം നടന്നത്. ആ വീടിൻ്റെ തട്ടിൻപുറം ലക്ഷ്യമാക്കി ഒരുത്തൻ അതാ വരുന്നു. ആരാ ആരാ നമ്മുടെ പൂച്ച സാറ് വന്നിട്ട് ഈ എലിക്കുട്ടന്മാരെയൊക്കെ നന്നായിട്ടൊന്ന് വാച്ച് ചെയ്തു. എല്ലാം നല്ല മുഴുത്ത എലിക്കുട്ടന്മാർ. പൂച്ച സാർ അപ്പം തന്നെ മനസ്സിൽ വിചാരിച്ചു, എന്തായാലും ഇനി കുറച്ചു കാലം ഇവിടെ താമസിക്കാം, ഓരോ ദിവസവും ഓരോന്നിനെ കശാപ്പ് ചെയ്യാം. മിയാവ്. അപ്പം ഇങ്ങനെ പൂച്ച പ്ലാനിങ് ഒക്കെ തുടങ്ങി. പൂച്ച ഓരോ ദിവസവും ഓരോ എലിക്കുട്ടന്മാരെ വീതം തട്ടി കശക്കി അങ്ങ് പിടിച്ച് നന്നായിട്ട് ഫുഡ് അടിക്കാൻ വേണ്ടി തുടങ്ങി. ഇത് വല്ലാത്തൊരു പ്രോബ്ലമായി. എലികളെല്ലാവരും യോഗം ചേർന്നു. എല്ലാവരുടെയും പ്രശ്നം ഈ പൂച്ച സാറിൻ്റെ ശല്യമാണ്. പൂച്ച സാർ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ സാപ്പിട്ട് കൊണ്ടേയിരിക്കുകയാണ്. എന്താ ചെയ്യാല്ലേ? ഇങ്ങനെ പോയാ നമ്മളെല്ലാവരും വൈകാതെ തന്നെ ചത്തൊടുങ്ങും. നമുക്ക് വംശനാശം സംഭവിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഇത് പറഞ്ഞതും വല്ലാത്തൊരു കഷ്ടാണല്ലോ. ആ പൂച്ച നായിന്റെ അവനെ കൊണ്ട് എപ്പോ നോക്കിയാലും പതുങ്ങിയാണ് അവൻ വരുന്നത്. അവൻ വരുന്നത് എങ്ങനെ അറിയാൻ പറ്റും? നീ പറഞ്ഞത് ശരിയാ. അവൻ വരുമ്പോ എങ്ങനെയെങ്കിലും അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അവന്റെ കാല് രണ്ടും തള്ളി ഓടിക്കാമായിരുന്നു. അങ്ങനെയൊക്കെ മീറ്റിംഗിൽ പല പല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഉപായം പറയണം. അവൻ വരുമ്പോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതിനൊരു കാര്യമുണ്ട്. നമുക്ക് അവന്റെ കഴുത്തിൽ ഒരു മണി കെട്ടിയാൽ മതി. കൂട്ടത്തില് കുഞ്ഞനായ ഒരു എലിയാണ് അങ്ങനെ പറഞ്ഞത്, മണി കെട്ടിയാൽ മതി എന്ന്. അപ്പൊ എല്ലാവരും അത് കൊള്ളാലോ ഐഡിയ, മണി കെട്ടിയാൽ മതി. മണി ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ടിങ് 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 അടിച്ചുകൊണ്ടിരിക്കും. പൂച്ച വരുന്നത് നമുക്ക് നേരത്തെ കേൾക്കാൻ പറ്റും. സ്ഥലം സ്കൂട്ടാവാം നമുക്ക് വേറെ ഏതെങ്കിലും ലൊക്കേഷനിലേക്ക്. തട്ടിപ്പുറത്ത് പല സ്ഥലങ്ങളുണ്ടല്ലോ ഒളിച്ചിട്ട്. അപ്പൊ എല്ലാവരും ചർച്ച അത് വിജയിപ്പിച്ചു. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. നല്ല ഉപായം. ഉച്ചയ്ക്ക് ഒരു എലിയെ സാപ്പിട്ട ശേഷം അവന് മയങ്ങുന്ന ഒരു ശീലമുണ്ട്. ആ സമയത്ത് പോയി വേണം അവന്റെ കഴുത്തിൽ മണിയെട്ടാൻ. ഇനി പറ, ആര് മണിയെട്ടും? ഇത് പറഞ്ഞ ഉടനെ എല്ലാ എലിക്കുട്ടന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേ. നീ കിട്ടൂല, നീ ബെസ്റ്റാ. അയ്യാ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പം നിനക്ക് പറ്റൂ, നീ വിചാരിച്ചാൽ പറ്റൂല കേട്ടോ. അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ഇവര് കലപില അങ്ങോട്ടും ഇങ്ങോട്ട് ചർച്ച ഫുള്ള് അലമ്പാവാൻ തുടങ്ങി. സൈലൻസ് പ്ലീസ്. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. ഒരു പ്രശ്നം വരുമ്പോ അഭിപ്രായം പറയാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ അത് നടപ്പിലാക്കാനാണ് ബുദ്ധിമുട്ട്. മനസ്സിലായ പൂച്ചകളെ എന്ന് പറഞ്ഞ് ആ യോഗം പിരിച്ചുവിട്ടു. അപ്പം ഇങ്ങനെയാണ് എപ്പോഴും നമുക്ക് എന്ത് കാര്യവും പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് പ്രവർത്തിച്ച് കാണിക്കാനാണ് പ്രയാസം. അതൊക്കെ ശരി, കഥയൊക്കെ കൊള്ളാം. ഈ കഥയൊക്കെ നമ്മൾ കുറേ കേട്ടതാണ്. 3ാം ക്ലാസ് പഠിക്കുമ്പോൾ നമ്മുടെ കേരള പാഠാവലി മലയാളത്തിലുണ്ടായ കഥയാണ്. പല തവണ കേട്ടിട്ടുണ്ട്. പണ്ട് അമ്മൂമ്മയൊക്കെ പറഞ്ഞു തന്ന കഥയാണ്. ശരിയാണ്. അല്ല, ഈ കഥ ഇപ്പം പറയേണ്ട ആവശ്യം. പിന്നെ പൂച്ച സാറിൻ്റെ ഒരു ദിവസം വരുമ്പോൾ ഇന്നല്ലാതെ പിന്നെ എപ്പോഴാണ് ഈ കഥ പറയുക? ഇന്ന് ലോക പൂച്ച ദിനമാണ്. പൂച്ചകൾക്കായിട്ടൊരു ദിനം. സോഷ്യൽ മീഡിയയിൽ കിങ്ങാണ് നമ്മുടെ പൂച്ച സാറ്. അതായത് സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഓമന മൃഗം നമ്മുടെ പൂച്ച സാറാണ്. ഈ പൂച്ച സാറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, പൂച്ച സാറിന് അങ്ങനെ വലിയ സ്നേഹമൊന്നും അങ്ങനെ ഇല്ല ആൾക്കാരോടൊന്നും. പക്ഷേ അതുപോലെ അവന് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ, പൂച്ച സാറിന് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ പൂച്ച സാറ് തിരിച്ച് സ്നേഹിക്കാറുണ്ട്, പ്രത്യേകിച്ച് മനുഷ്യന്മാരോട്. പിന്നെ ഈ പൂച്ച സാറ് ഈ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുന്നത് മനുഷ്യന്മാരോട് മാത്രമാണ് എന്നാണ് പറയുന്നത്. അതായത് മറ്റ് പൂച്ചകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മ്യാവും മ്യാവും എന്ന് പറഞ്ഞിങ്ങനെ കൊഞ്ചിക്കൊഴഞ്ഞ് കരയാറൊന്നുമില്ല പൂച്ച സാർ. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, അതായത് കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അമ്മ പൂച്ച കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മ്യാവും എന്നൊക്കെ പറയും. ബാക്കി പൂച്ച സാറ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മ്യാവെന്ന് ഉപയോഗിക്കുന്നതൊക്കെ മനുഷ്യന്മാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ്. അതുപോലെ കടുവ, കരടി, പാമ്പ് തുടങ്ങിയ ഏത് വമ്പന്മാർ വന്നു കഴിഞ്ഞാലും പൂച്ച സാറിന് ഒരു പ്രശ്നമില്ല, പേടിയില്ല. അറ്റാക്കിംഗ് മോഡ് ഓണായി കഴിഞ്ഞാൽ പൂച്ച സാറ് വെച്ചേക്കില്ല. അവിടത്തേക്ക് അങ്ങ് ഫിനിഷ് ചെയ്തില്ല. അമ്മാതിരി അറ്റാക്കിംഗ് ആണ്. പാമ്പിനെയൊക്കെ എത്ര പെട്ടെന്നാണ് പൂച്ച സാർ അടിച്ച് നിലം പരിശാക്കുന്നത്.
എത്ര വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ഏറ്റവും വേഗതയുള്ള റിഫ്ലക്സ് ഉള്ള ഒരു ജീവിയാണ് നമ്മുടെ പൂച്ച സാറ്. എതിരാളി ചിന്തിക്കുമ്പോഴേക്ക് നമ്മുടെ പൂച്ച സാറ് പ്രവർത്തിച്ച് കളിയും. പൂച്ച സാറ് വേറെ ലെവലാണ്. ഉടമ എന്ന ബഹുമാനമൊന്നും നമ്മുടെ പൂച്ച സാർ ആർക്കും കൊടുക്കാറില്ല എന്നാണ് പലരും പറയുന്നത് കേട്ടിട്ടുള്ളത്. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ വൈഫ് ഹൗസിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ കുറേ പൂച്ച സാറുമാരുണ്ട്, കുറേ ഉണ്ട് അവിടെ. ഇവന്മാര് ഞാൻ പോകുന്ന സമയത്ത് എന്നെ കാണുമ്പോൾ ഇങ്ങനെ വന്നു ാറടങ്ങാൻ അങ്ങനൊരു ഭാവമാണ്. മാത്രമല്ല, ഞാൻ വണ്ടിയൊക്കെ എടുക്കാൻ പോകുമ്പോൾ വണ്ടിയുടെ സ്കൂട്ടറിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കയറിയിരിക്കുന്നുണ്ടോ. അപ്പോൾ വണ്ടി എടുത്തോട്ടെ എന്നൊക്കെ അവനോട് ചോദിക്കണം, ഇല്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല. ഓടിച്ചു കളയുമ്പോൾ തിരിഞ്ഞൊരു നോട്ടം തരും. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ മോഡിലാണ് പൂച്ച ഇങ്ങനെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് വലിയ ബഹുമാനമൊന്നുമില്ല, ഉടമകളോട് ഭയങ്കര ബഹുമാനമോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മളെല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും ആ പൂച്ചകളെ വളർത്താൻ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് എന്നതാണ് ചുരുക്കം. പിന്നെ ഈ പൂച്ച സാറിന് നായകളെ പോലെയല്ല കേട്ടോ, മധുരം അതിൻ്റെ ഒരു രുചി അറിയില്ല. മധുരം എന്താണെന്ന് പറയുന്നത് പുള്ളിക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടൂല. അതിൻ്റെ സിസ്റ്റമൊക്കെ മ്യൂട്ടായിരിക്കുകയാണെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെറുതെ പൂച്ചയ്ക്ക് മധുരമുള്ള സാധനം കൊടുത്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, എപ്പോഴെങ്കിലും പൂച്ച മധുരമുള്ള പരിപാടി ഒക്കെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇവിടെയില്ല. നമ്മൾ ഈ മനുഷ്യന്മാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വിരലടയാളം അത് ഒരാൾക്കുള്ളത് പോലെ മറ്റൊരാൾക്ക് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഫിംഗർ പ്രിന്റ് അങ്ങനെ ഒരേപോലെ എല്ലാവർക്കും ഉണ്ടാവില്ല. അതുപോലെയാണ് പൂച്ച സാറിൻ്റെ നോസ് പ്രിന്റ്. ഒരു പൂച്ചയ്ക്കുള്ള നോസ് പ്രിന്റ് ഒരിക്കലും മറ്റൊരു പൂച്ചയ്ക്ക് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് August 8 നമ്മുടെ പൂച്ച സാറിൻ്റെ ദിനം, വേൾഡ് ക്യാറ്റ് ഡേ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പൂച്ച സാറുണ്ടോ? എന്താണ് പൂച്ച സാറിൻ്റെ പേര്? ഇപ്പം എൻ്റെ അന്വേഷണം പറയാം പൂച്ച സാറോട്. ബൈ.